ഹോട്ടൽ ഭക്ഷണത്തിന് വില ഏകീകരണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഹോട്ടലുകൾ അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇങ്ങനെ ഒരു നിജപ്പെടുത്തിയ ഒരു വിലയില്ല. ഞങ്ങൾ ഇന്ന് മാർക്കറ്റ് പോകുമ്പോൾ ഇന്നലെ മാർക്കറ്റ് പോകുമ്പോഴുള്ള വിലയല്ല ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു യാതൊരു ഇത് ഇല്ലാതെ ഞങ്ങൾ മാത്രം ആ ഒരു റേറ്റിന് പോകണം എന്ന് പറയുമ്പോൾ അതൊരു പൊരുത്തപ്പെടാത്തൊരു സംഗതിയാണ്. അതിന് ഞങ്ങൾ ഈ സമര മാർഗങ്ങൾ ഈ 29-ന് സെക്രട്ടറി നാളിൽ ധർണയുണ്ട്. വില ഏകീകരണം കൊണ്ടുവന്നാൽ ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിലാകും. ഇത് പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് വഴി തുറക്കും. തട്ടുകടയിലടക്കം ആരോഗ്യത്തിന് അപകടകരമായ ഭക്ഷണ സംസ്കാരം നിലവിലുണ്ടായിട്ടും സർക്കാർ നടപടികൾ എടുക്കുന്നില്ല. പകരം ചെറുകിട കച്ചവടക്കാരുടെ കഴുത്തറുക്കുന്നു. മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാതെയാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില ഏകീകരിക്കാനായി സർക്കാർ തീരുമാനിക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC ബാവ, ജില്ലാ സെക്രട്ടറി നാരായണൻ പൂജാരി, വർക്കിംഗ് പ്രസിഡന്റ് N അബ്ദുള്ള, ജില്ലാ ട്രഷറർ KH അബ്ദുള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് AK ബഷീർ എന്നിവർ സംസാരിച്ചു.